ഇന്ന് നമ്മള് നമ്മുടെ രാജ്യത്തിന്റെ ഇൻഫ്രാസ്ട്രക്ചറിനെ കുറിച്ചാണ്, പ്രത്യേകിച്ച് സവിശേഷമായ ഒരു ടോപ്പിക്കിനെ കുറിച്ച് പലപ്പോഴും നമ്മുടെ മുഖ്യധാരാ മാധ്യമങ്ങളും സമൂഹ മാധ്യമങ്ങളും ഒന്നും കാര്യമായി ഊന്നി പറയാറില്ലാത്ത ഒരു വിഷയം, സസ്റ്റൈനബിൾ ഇൻഫ്രാസ്ട്രക്ചർ എന്ന വിഷയത്തെ കുറിച്ചാണ്. പ്രത്യേകിച്ച് നമ്മളൊരു ഒരു ഒരു പ്രകൃതി ദുരന്തം വരുമ്പോൾ നമുക്കുണ്ടാകുന്ന നാശനഷ്ടങ്ങളെ കുറിച്ച് പറയും, അതിന്റെ കഷ്ടപ്പാടുകളെ കുറിച്ച് പറയും. എന്നാൽ എന്നേക്കുമായി അതിന് പരിഹാരം ഉണ്ടാകുന്ന മട്ടിലുള്ള ഒരു സസ്റ്റൈനബിൾ ഇൻഫ്രാസ്ട്രക്ചർ, നമുക്ക് ഏത് ദുരന്തത്തെയും അതിജീവിക്കാൻ ആവശ്യമായ ഒരു ഭൗതിക സൗകര്യങ്ങളുടെ നിർമ്മാണം, അതിന്റെ നിലനിൽപ്പ്, അതിന്റെ മെയിൻ്റനൻസ്, അതിന്റെ നടത്തിപ്പ്, ഇത്തരം കാര്യങ്ങളെ കുറിച്ചൊന്നും ഗൗരവമായ ആലോചനകൾ നടക്കാറില്ല. മിക്ക വികസിത രാജ്യങ്ങളുടെയും പ്രധാനപ്പെട്ട അജണ്ടയും അതാണ് താനും. നമ്മൾ ഇപ്പോഴും അവിടെ എത്തിച്ചേർന്നിട്ടില്ല. പുതിയ ഗവൺമെന്റ് ആ കാര്യത്തിൽ വളരെ വ്യത്യസ്തമായ ചില കാഴ്ചപ്പാടുകൾ സൂക്ഷിക്കുന്നു എന്നതിന്റെ സൂചനകൾ നമ്മുടെ മുമ്പിലുണ്ട്. സാർ വളരെ ആധികാരികമായി തന്നെ അത്തരം കാര്യങ്ങളെ കുറിച്ച് വിശദീകരിക്കും. തീർച്ചയായിട്ടും ആരംഭിക്കൂ സാർ. അതായത് നമ്മുടെ രാജ്യം സ്വാതന്ത്ര്യം കിട്ടി മുന്നേറാൻ തുടങ്ങിയപ്പോൾ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഇൻഫ്രാ ഡെവലപ്മെന്റ് ആയിരുന്നു. അതായത് റോഡുകൾ, റെയിൽവേ സ്റ്റേഷന്, എയർപോർട്ട്, പോർട്ടുകൾ, അതുപോലെ ആശുപത്രികൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, അങ്ങനെ വിവിധ രീതിയിലുള്ള ഇൻഫ്രാ നമുക്ക് ഷോർട്ടേജ് ആയിരുന്നു. അപ്പൊ അതൊക്കെ നമ്മൾ വളരെ ചെറിയ തോതിൽ ആയിരുന്നു വന്നുകൊണ്ടിരുന്നത്. കാരണം നമ്മൾ സോഷ്യലിസം അഡോപ്റ്റ് ചെയ്ത് കാരണം എല്ലാം ഗവൺമെന്റ് സെക്ടർ എന്നുള്ള ഒരു കൺസെപ്റ്റാണ് ഉണ്ടായിരുന്നത്. ക്യാപിറ്റലിസ്റ്റിലോട്ട് പോയിരുന്നെങ്കിൽ പ്രൈവറ്റ് സെക്ടറിനെ കൂടെ കൂട്ടിക്കൊണ്ട് ഇൻഫ്രാ ഉണ്ടാക്കായിരുന്നു. അപ്പം ഏകദേശം നമുക്കൊരു 92 വരെ വലിയൊരു കാലഘട്ടം നമുക്ക് നഷ്ടപ്പെട്ടു. ഇൻഫ്രയില് എല്ലാം പ്രൈവറ്റ് സെക്ടർ, അത് ബിസിനസ് ആണേലും ഇൻഫ്ര ആണേലും എല്ലാം ആ പ്രൈവറ്റ് സെക്ടറിനെ ഒഴിവാക്കിക്കൊണ്ട് പരിപൂർണമായിട്ടും സോഷ്യലിസം എന്നുള്ള ഒരു കാഴ്ചപ്പാടിലാണ് പോയത്. അപ്പൊ ആ വർഷങ്ങൾ നഷ്ടപ്പെട്ടതിന് ശേഷം ഇൻഫ്ര വേണം, അല്ലെ ഇൻഫ്രയ്ക്ക് ഒരു ഹ്യൂജ് ഡിമാൻഡ് വന്നത് 91 ലിബറലൈസേഷനോട് കൂടിയാണ് ഇൻഫ്രയ്ക്ക് ഡിമാൻഡ് വന്നത്. അപ്പോൾ പ്രൈവറ്റ് സെക്ടറിനും ആകാം ചില പ്രൈവറ്റ് പാർട്ടിസിപ്പേഷൻ, അതൊക്കെ വന്നെങ്കിലും അതിനൊരു രൂപവും ഭാവവും കൈവന്നിട്ടില്ലായിരുന്നു എങ്ങനെയാണെന്നുള്ളതിനെ സംബന്ധിച്ച്. 1999 വന്ന 98 വന്ന വാജ്പേയിജിയുടെ ഗവൺമെന്റ് ആണ് പ്രൈവറ്റ് സെക്ടറിലേക്ക് കൂടുതൽ, അതായത് ബോട്ട് ബിൽഡ്, ഓപ്പറേറ്റ് ആൻഡ് ട്രാൻസ്ഫർ, ആ സിസ്റ്റത്തില് റോഡുകൾ, ടോളുള്ള റോഡുകൾ, ബോട്ട് എന്ന് പറയും, ബിൽഡ്, ഓപ്പറേറ്റ് ആൻഡ് ട്രാൻസ്ഫർ. അപ്പൊ അല്ലെ ബിൽഡ്, ഓൺ ആൻഡ് ട്രാൻസ്ഫർ എന്ന അതിന് പല ഇതുണ്ട്, മെത്തേഡ്സ് ഉണ്ട്. അപ്പൊ അതില് ഈ ബോട്ടം നമ്മൾ കോമൺ ആയിട്ട് പറയും, അത് വെച്ച് ഉള്ള ഇത് വന്നു. അപ്പൊ അത് കഴിഞ്ഞിട്ട് പിന്നീട് 2004-2014 വന്ന UPA ഗവൺമെന്റ് കാര്യമായിട്ട് ഇതൊന്നും ചെയ്തില്ല. ഒത്തിരി അധികം പദ്ധതികൾ പ്രഖ്യാപിച്ചു, തറക്കല്ലിട്ടതല്ലാതെ ഒരു പദ്ധതിയും കംപ്ലീറ്റ് ചെയ്തില്ല. മണി അലോക്കേഷൻ ഇല്ലായിരുന്നു. മെയിൻ പ്രശ്നം എന്തായിരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ, ഈ മോഷ്ടിച്ച് കഴിഞ്ഞാൽ പിന്നെ ഇൻഫ്രയ്ക്ക് ചെലവാക്കാൻ പൈസ ഇല്ലായിരുന്നു. എന്ന് വെച്ചാൽ അനേകം പദ്ധതികൾ ഡിക്ലെയർ ചെയ്യും. ഇപ്പം നമ്മുടെയൊക്കെ ചെറുപ്പം തുടങ്ങി കേൾക്കുന്ന ഒരു സാധനമുണ്ട്, പാലക്കാട് കോച്ച് ഫാക്ടറി. ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? പാലക്കാട് കോച്ച് ഫാക്ടറി, ഇടുക്കി വിമാനത്താവളം, ഇടുക്കി മെഡിക്കൽ കോളേജ്, ഇങ്ങനെയൊക്കെ വയനാട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ്, അങ്ങനെ അനേകം പദ്ധതികൾ ഗവൺമെന്റ് പറയുന്നു. പക്ഷെ ഇതൊന്നും നടപ്പിലാക്കുന്നില്ല. അല്ലെങ്കിൽ ഒരു ഒത്തിരി കല്ലുകൾ, തറക്കല്ലിട്ടതും ഒക്കെ അവിടെ കാണും, അല്ലെ ഒരു തറ അവിടെ കാണും. ഇനിയും കേരളത്തിലെ ഒരു പ്രധാന പ്രൊജക്ട് പറയുകയാണെങ്കിൽ ശബരി റെയിൽവേ, 200 കിലോമീറ്റർ ഉള്ളതിന് 5 കിലോമീറ്റർ ഉണ്ടാക്കി, അത്രയും പൈസ പോയി. അങ്കമാലിയിൽ നിന്ന് കാലടി വരെ ഒരു ചെറിയ പാലവും പണിത് വെച്ച് അവിടെ ഇരുന്നു. ഇങ്ങനെയായിരുന്നു ഇന്ത്യയിൽ മൊത്തം കാര്യങ്ങൾ പൊക്കോണ്ടിരുന്നത്. പക്ഷേ നരേന്ദ്രമോദി ഗവൺമെന്റ് വന്നതിന് ശേഷം എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ, ഇത് ഗവൺമെന്റിന് കൈ കാശില്ലയോ, ഉടനെ അടുത്ത കാശുള്ളവന് ടെൻഡർ കൊടുക്കുന്നു, അവൻ ആ പരിപാടി ഉണ്ടാക്കുന്നു. ഒരു നിശ്ചിത കാലയളവ് അവന്റെ മുടക്ക് മുതൽ റിട്രൈവ് ആയി കഴിയുമ്പോൾ അത് ഗവൺമെന്റിലോട്ട് വരുവോ അല്ലെങ്കിൽ അവര് ലീസിന് ഓടിക്കുകയോ ചെയ്യുന്ന ഒരു സംവിധാനം വന്നു. അപ്പൊ അങ്ങനെയാണ് മറ്റേ തിരുവനന്തപുരം വിമാനത്താവളം ഇപ്പൊ അദാനി ഓടിക്കുന്നത്. ഇതാണ് മറ്റേ ആ ചെറുത്താൻ ചോദിച്ചത്, ഇതിന്റെ വില എത്രയാന്ന് ചോദിച്ചത് ഓർക്കുന്നുണ്ടല്ലോ. ഗവൺമെന്റ് തന്നെ കുട്ടിച്ചാത്തൻ ചോദിച്ചത് ഇതിന്റെ വില എത്രയാന്ന്. അപ്പം ഈ യഥാർത്ഥത്തിൽ ഈ 75 വർഷം കുട്ടിച്ചാത്തൻ കളിയാണ് നടന്നുകൊണ്ടിരുന്നത്, അല്ലാതെ ഇത് കൃത്യമായിട്ടൊന്നും ചെയ്തിരുന്നില്ല. അപ്പൊ ഇന്നിപ്പോ ഞാനിത് പറയാൻ കാരണം, 2008-09 UPA ഗവൺമെന്റ് ഉണ്ടാക്കിയ വിമാനത്താവളത്തിന്റെ ഒരു പോർട്ടിക്കോ തകർന്നു വീണു. അത് ഷീലാ ദീക്ഷിതും മൻമോഹൻ സിംഗും എല്ലാം കൂടെ ഉണ്ടാക്കിയ സംഭവമാണ്, തകർന്നു വീണു. അപ്പോ മീഡിയയിലും സോഷ്യൽ മീഡിയയിലും ഒരു വലിയ യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടു. ഇത് മോഡി ഉണ്ടാക്കിയതാണ് എന്നും പറഞ്ഞ് ഒരു വലിയ യുദ്ധം ഉണ്ടാകുന്നു.
അപ്പൊ അത് തെളിവ് സഹിതം ഗവൺമെന്റ് റിഫ്യൂട്ട് ചെയ്യുന്നു. അതിന്റെ രാഷ്ട്രീയം അവിടെ നിൽക്കട്ടെ. അതുപോലെ തന്നെ പല വിമാനത്താവളങ്ങളുടെ ഇപ്പോൾ ഉണ്ടാകുന്ന നോർത്ത് ഇന്ത്യയിൽ ഉണ്ടാകുന്ന നാച്ചുറൽ കലാമിറ്റിയിൽ ചില നഷ്ടങ്ങൾ ഉണ്ടാകുന്നുണ്ട് പ്രോപ്പർട്ടിക്ക്. അപ്പൊ ആ പ്രോപ്പർട്ടിയിൽ നാച്ചുറൽ കലാമിറ്റിയിൽ ഉണ്ടാകുന്ന നഷ്ടവും നിർമ്മാണ തകരാറും അത് രണ്ടാണ്. നിർമ്മാണ തകരാറ് വേറെ, നാച്ചുറൽ കലാമിറ്റി വേറെ. അപ്പോ പിന്നെ നാച്ചുറൽ കലാമിറ്റി വിത്ത്സ്റ്റാൻഡ് ചെയ്യുന്ന രീതിയിൽ വേണം ഇതുണ്ടാക്കാൻ എന്നുള്ള തിയറി വേറെ. പിന്നെ ഒരു നാച്ചുറൽ കലാമിറ്റി വന്നാലും ബിൽഡിങ് തൊട്ടിപ്പോവാൻ പാടില്ല. ശരിക്കും അതിനെയും പക്ഷെ എക്സ്പ്രഷണൽ ആയിട്ടുള്ള ഒരു എന്താണ് ഒരു വലിയ ലെവലിലുള്ള ഒരു ഹ്യൂജ് ലെവലിലുള്ള നാച്ചുറൽ കലാമിറ്റി ആണെങ്കിൽ ചിലപ്പം അത് സ്റ്റാൻഡ് ആയി എന്നും വരത്തില്ല. ഇത് ഗവൺമെന്റിന് ഇതിന് കൃത്യമായിട്ടുള്ള ഒരു ക്വാളിറ്റി മെഷർമെന്റ്, ഒരു ക്വാളിറ്റി കൺട്രോൾ ഉണ്ടാകേണ്ടത് അത്യാവശ്യമാണ്. അതായത് ഒരു റോഡ് ഉണ്ടാക്കിയാലും പാലം ഉണ്ടാക്കിയാലും അല്ലെ ഏതൊരു ബിൽഡിംഗ് ഉണ്ടാക്കിയാലും അതിന് ഈ ഗവൺമെന്റ് നിഷ്കർഷിക്കുന്ന ക്വാളിറ്റിയിലാണ് അത് ഉണ്ടാകുന്നതെന്നും അത് ഉറപ്പുവരുത്താനുള്ള ഒരു സംവിധാനം ഗവൺമെന്റിന് ആവശ്യമാണ്. സ്റ്റേറ്റ് ആണേലും സെൻട്രൽ ആണേലും. ഇപ്പം പണ്ട് രാജീവ് ഗാന്ധി പറഞ്ഞ ഒരു കാര്യമുണ്ട്, 1 രൂപ ഗവൺമെന്റ് ചെലവഴിച്ചാൽ 15 പൈസയെ ജനങ്ങളുടെ അടുത്ത് ചെല്ലത്തുള്ളൂ. 85 പൈസയും ഇടയ്ക്ക് നിൽക്കുന്ന രാഷ്ട്രീയക്കാരും ഉദ്യോഗസ്ഥന്മാരും കൂടെ തട്ടിയെടുക്കുകയാണ് ജനങ്ങളിലേക്ക്. ഇത് രാജീവ് ഗാന്ധി പറഞ്ഞതാണ്. അദ്ദേഹത്തിന്റെ അമ്മ ഇന്ദിരാഗാന്ധിയും നെഹ്റുവും പ്രധാനമന്ത്രിമാരായിട്ട് ഇരുന്നയാളാന്ന് വിചാരിക്കുന്നത്. എന്നിട്ടാണ് രാജീവ് ഗാന്ധി ഇത് പറയുന്നത്. ആരുടെ കാലമാണെങ്കിലും ഇതാണ് കാര്യം. അപ്പൊ ഒരു ബിൽഡിങ്ങിന് 1 കോടി രൂപ മുടക്കിയാൽ അതിനകത്ത് 15 ലക്ഷം രൂപയുടെ ബിൽഡിങ്ങേ ഉണ്ടാകുന്നുള്ളൂ. 85 ലക്ഷം രൂപയും ഇതിന്റെ ഇടയ്ക്ക് നിൽക്കുന്ന ഇടനിലക്കാര്, കോൺട്രാക്ടർമാര്, ഉദ്യോഗസ്ഥന്മാര്, രാഷ്ട്രീയക്കാര് ഇവരെല്ലാം ഷെയർ ഇട്ടിട്ട് ഇത്രയാണ് വരാറ് എന്നാണ് രാജീവ് ഗാന്ധി അന്ന് സമ്മതിച്ചത്. അപ്പൊ അത് ഇവിടെയുള്ള പല നിർമ്മാണ പ്രവർത്തനങ്ങൾക്കും ഈ ഒരു പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. രണ്ടാമത്തെ കാര്യം പരിസ്ഥിതി. ഇപ്പൊ വികസനം തടയാനുള്ള ഒരു എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ടൂളാണ് പരിസ്ഥിതി. ഇപ്പൊ കോപ്പറിന്റെ പ്ലാന്റ് തൂത്തുക്കുടിയിൽ വരുന്നതിനെതിരെ, കാരണം കോപ്പറിൽ ചൈനയാണ് ഒന്നാമത്, ഇന്ത്യക്ക് കോപ്പറിന്റെ പ്ലാന്റ് ഇല്ല, നമ്മൾ ക്ഷാമത്തിലാണ്. അപ്പൊ അത് ഉണ്ടാക്കാൻ വേണ്ടി 10-15 വർഷം മുമ്പ് ഉണ്ടാക്കിയ പ്ലാന്റിനെതിരെ വലിയൊരു സമരമാണ് ഇവിടുത്തെ അന്നത്തെ പ്രോജക്റ്റ് തന്നെ UPA മാഫിയയുടെയാണ്. എന്നിട്ടും UPA മാഫിയക്കാർ തന്നെയാണ് അതിനെതിരെ സമരം ചെയ്തത്. അതിന്റെ കോമഡി ഓർത്തോളുക, ഒരാളുടെ ഗവൺമെന്റ് കൊണ്ടിരുന്ന പ്രോജക്റ്റിനെതിരെ അവർ തന്നെ സമരം ചെയ്യുന്നു. അപ്പൊ അങ്ങനെ അനേകം പ്രോജക്റ്റുകളെ അനാവശ്യമായിട്ട്, നമുക്കറിയാം നർമ്മദയിൽ ഒരു അണക്കെട്ട് വരുന്നതിനെതിരെ മേധാ പട്കറുടെ നേതൃത്വത്തിൽ എന്തെല്ലാം പരിപാടിയായിരുന്നു. അതിന്റെ മുയലിന്റെ ചെവി പോകും, മാനിന്റെ കൊമ്പ് പോകും എന്നൊക്കെ പറഞ്ഞ് ഒത്തിരി സ്റ്റോറികളെല്ലാം ഇറക്കി. ഇപ്പൊ ആ അണക്കെട്ട് ആ പ്രദേശത്ത് മൊത്തം അത് വെള്ളം കൊടുക്കുന്നുണ്ട്. അതുപോലെ ഏറ്റവും നമ്മളെ നാട് അങ്ങനെ തകർത്തൊരു പദ്ധതിയല്ലേ സർ സൈലന്റ് വാലി? അതെ. അപ്പൊ അവിടെ സിംഹവാലം കുരങ്ങിന്റെ വാല് മടങ്ങിപ്പോകും, അങ്ങനെയൊക്കെ പറഞ്ഞു. എന്തെല്ലാം കരച്ചില്, പിഴിച്ചില്, കവിത, അങ്ങനെ യഥാർത്ഥത്തില് ലോകത്തിലെ ഏറ്റവും സേഫ് ആയിട്ടുള്ള എനർജി പ്രൊഡക്ഷൻ സിസ്റ്റമാണ് ഹൈഡ്രോ ഇലക്ട്രിക്കൽ എന്ന് വെച്ചാൽ ഡാമിൽ നിന്ന് വാട്ടറിൽ നിന്ന് നമ്മൾ വൈദ്യുതി ഉണ്ടാക്കുന്ന പരിപാടി. അപ്പൊ അതിനെ പോലും ഏറ്റവും അതെ സാർ, അങ്ങനെ പറയുമ്പോ തന്നെ നമ്മള് സാർ ഇപ്പൊ ഇന്ത്യയിൽ പോയി പ്രതിപക്ഷ കക്ഷികളോ അല്ലെങ്കിൽ നമ്മള് ഭരണകൂടത്തിന് പുറത്തു നിൽക്കുന്നവരോ ആണ് ഈ പരിസ്ഥിതിവാദം ഉയർത്തിക്കൊണ്ട് വികസനത്തിന് തടസ്സം നിൽക്കുന്നത് നമ്മൾ പറയുമ്പോഴും ആഗോളതലത്തിൽ തന്നെ ലോകത്തിലെ വികസിത രാജ്യങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട അജണ്ടയല്ലേ സാർ ഈ പരിസ്ഥിതി? ഇപ്പോ കാലാവസ്ഥാ വ്യതിയാനം, ഈ ആഗോളതാപനം, പാരിസ്ഥിതികമായ വലിയ ഉത്കണ്ഠകൾ ലോകം മുഴുവൻ പങ്കിടുന്നുണ്ടല്ലോ. അതിന്റെ മഹാസമ്മേളനങ്ങളും സമ്മിറ്റുകളും ഒക്കെ ലോകം മുഴുവൻ നടക്കുന്നുണ്ടല്ലോ. ഇന്ത്യ അതിനകത്ത് വലിയ പങ്കും വഹിക്കുന്നുണ്ട്. അപ്പൊ അത് നമ്മുടെ നാട്ടിലെ പ്രതിപക്ഷത്തിന്റെ മാത്രം ഒരു ഇഷ്യൂ ആയിട്ട് നമുക്ക് ഈ പരിസ്ഥിതി പറയാൻ പറ്റുമോ? മാത്രമല്ല വികസനത്തിന് തന്നെ ഇപ്പോ ലോകം മുഴുവൻ മുഴങ്ങുന്ന ഒരു മുദ്രാവാക്യം സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്നാണ്. സാറ് ആവർത്തിച്ച് സസ്റ്റൈനബിൾ ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയുമ്പോൾ തന്നെ ഒരു കാരണവശാലും പ്രകൃതിക്ക് ദോഷം വരാത്ത വികസനങ്ങൾ മതി എന്നൊരു വാദം ലോകത്തിലൊട്ടാകെ ഉണ്ടായി വരുന്നുണ്ടല്ലോ സാർ. അതുകൊണ്ട് അതിന് ഒരു മറുപടി, അതായത് നമ്മുടെ വെസ്റ്റ് ഇൻഡീസില് ഗ്രനേഡ് ഏതോ ഒരു ദ്വീപില് പെട്രോളിയം കണ്ടുപിടിച്ചു. എന്നിട്ട് അവരവിടെ പെട്രോളിയം കുഴിച്ചെടുത്ത് അവിടെ ഉണ്ടാക്കാൻ തുടങ്ങുമ്പം അതിനെ ചോദ്യം ചെയ്യുന്ന ഒരു പത്രപ്രവർത്തകന് അവിടുത്തെ കറുത്ത വംശക്കാരനായ ഭരണാധികാരി കൊടുക്കുന്ന ഒരു മറുപടി ഉണ്ട്, നെറ്റി കിടപ്പുണ്ടത്. അതായത് ഈ വെള്ളക്കാരൻ ലോകം മുഴുവൻ പരിസ്ഥിതി നശിപ്പിച്ച ശേഷം ഇപ്പൊ ബാക്കിയുള്ള ഇന്ത്യക്കാർക്കിട്ടും കറുത്ത വർഗ്ഗർക്കിട്ടും ഒക്കെ ഭയങ്കര ഉപദേശമാണ്, നിങ്ങൾ പരിസ്ഥിതി നന്നായിച്ചോളൂ. അതായത് ലോകത്തുള്ള കടുവയും സിംഹത്തിനെ ഒക്കെ അവൻ കൊന്നൊടുക്കി. എന്നിട്ട് ഇപ്പൊ പറയുന്നത് നിങ്ങൾ ഇടുക്കി, പത്തനംതിട്ട, കോട്ടയം ജില്ലയിൽ കടുവയെ വളർത്തുക. എന്നിട്ട് അതിന്റെ കാരണം അവരുടെ ഡെവലപ്മെന്റ് ഒരു സ്റ്റേജ് ആയി,
ഇപ്പൊ ബാക്കിയുള്ള സ്ഥലങ്ങളിൽ വികസനം നടത്താണ്ടിരിക്കാൻ വേണ്ടി ഈ വെള്ളക്കാരിറക്കുന്ന ഒരു സ്കാമാണത്. അത് പല രാജ്യങ്ങളും അതിനെ ഓൾറെഡി തള്ളിക്കളഞ്ഞു. ഈ ഇപ്പൊ നമ്മളൊരു വലിയ കമ്മ്യൂണിറ്റി ആയതുകൊണ്ടും ഒരു വലിയ രാജ്യം ആയതുകൊണ്ടും കുറെ ഫണ്ട് കിട്ടേണ്ടതുള്ളതുകൊണ്ടും നമ്മൾ അതിന് കൂടെ നിൽക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. ആത്യന്തികമായിട്ട് ഈ പരിസ്ഥിതിവാദികളുടെ പ്രസൻസ് എന്ന് പറയുന്നത് നമ്മുടെ വികസനം തടയുകയും നമ്മളുടെ പ്രൊഡക്ടിവിറ്റി കുറയുകയും നമ്മളെ ഇല്ലാണ്ടാക്കുകയും ചെയ്യും. അതിന്റെ കാരണം നമുക്ക് വേണ്ടത് നമ്മളൊരു പ്രൊഡക്ഷൻ ഹബ് ആയാൽ മാത്രമേ നമുക്ക് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പൊ നമുക്ക് ചീപ്പ് ഇലക്ട്രിസിറ്റി വേണം, സേഫ് ഇലക്ട്രിസിറ്റി വേണം, അതുപോലെ ട്രാൻസ്പോർട്ടേഷൻ നമുക്ക് ബെറ്റർ കണക്ടിവിറ്റി വേണം. ഇതിനൊരു കാര്യം കൂടെ പറയാം. കഴിഞ്ഞ ദിവസം ഒരു എന്താണ് നമ്മുടെ ഇവിടുത്തെ ഇപ്പോഴത്തെ കുലദൈവം എന്ന് പറയുന്നത് ധ്രുവരാത്തിയാണ് ഇവിടെയുള്ള ഇന്ത്യൻ പ്രതിപക്ഷത്തിന്റെ. അപ്പൊ അവൻ പറയുന്നത് 8% ആൾക്കാർക്ക് അവൻ ജർമ്മനിയിലല്ലേ സർ? കേട്ടോണോ, അവിടെ അവന്റെ പറയുന്നത് 8% ആൾക്കാർക്ക് ഇന്ത്യയിൽ കാർ ഉള്ളൂ, അതുകൊണ്ട് ഇന്ത്യയിൽ ഹൈവേ വേണ്ട. ഹൈവേയിൽ കൂടെയാണ് 8% ആൾക്കാർക്ക്, ബാക്കി 92% ആൾക്കാർ ഹൈവേയിൽ കാർ ഉപയോഗിക്കുന്നില്ല. അപ്പൊ അതേപറ്റി വേറൊരാൾ അത് എക്സ്പോസ് ചെയ്തിട്ടുണ്ട്. ഹൈവേയിൽ കൂടെ ഓടുന്നത് കാർ മാത്രമല്ല, അവിടെ ഒരു രാജ്യത്തിന്റെ ഇൻഡസ്ട്രിയൽ ഗ്രോത്ത്, ഇൻഡസ്ട്രിയൽ സ്പീഡാണ് ഹൈവേയിൽ കാണിക്കുന്നത്. ഇപ്പൊ ഞാൻ തന്നെ ഇവിടുന്ന് ബാംഗ്ലൂരിൽ നിന്ന് നാട്ടിലോട്ട് കാർ ഓടിച്ചു വരുമ്പോൾ റെസഷൻ ഉള്ള സമയത്ത് ഞാൻ ഉദ്ദേശിക്കുന്നതിലും 2 മണിക്കൂർ നേരത്തെ കോട്ടയത്തെത്തും ഇവിടുന്ന് വണ്ടി ഓടിച്ചു വന്നു കഴിഞ്ഞാൽ. പക്ഷെ റെസഷൻ ഉള്ള മീൻസ് ബിസിനസ് ബൂം ഉള്ള സമയത്താണെങ്കിൽ അത്രയും സ്പീഡിൽ ഓടിക്കാൻ പറ്റത്തില്ല. കാരണം റോഡിൽ മൊത്തം ലോറിയും മറ്റ് കൊമേഴ്ഷ്യൽ വാഹനങ്ങളാണ്, പയ്യെ ഓടിക്കാൻ പറ്റത്തുള്ളൂ. നമുക്കത് കൃത്യമായിട്ട് ഹൈവേ കൂടെ സ്ഥിരം സഞ്ചരിക്കുന്നവർക്ക് രാജ്യം മുന്നോട്ടാണോ പുറകോട്ടാണോ എന്ന് ഈസി ആയിട്ട് സെൻസ് ചെയ്യാം. കൊമേഴ്ഷ്യൽ ട്രാഫിക് കൂടുമ്പോൾ രാജ്യം പുരോഗമിക്കുകയാണ്. റോഡിൽ കൊമേഴ്ഷ്യൽ വാഹനങ്ങൾ കുറഞ്ഞാൽ അതിന്റെ അർത്ഥം രാജ്യം പുറകോട്ട് പോകുന്നു. ഞാനിത് പറയാൻ കാരണം, ഞാൻ ഈ ചൈന നിർമ്മിച്ച ഹൈവേകളുണ്ട് ശ്രീലങ്കയിൽ. അപ്പൊ ഞാൻ ആദ്യമൊക്കെ അവിടെ പോകുമ്പോൾ നല്ല തിരക്കായിരുന്നു. ഈയിടെ പോയപ്പം തീർത്തും ആളില്ല, ഉദ്ദേശിക്കുന്നതിലും വേഗത്തിരുന്നു. അപ്പൊ ഞാൻ എന്റെ സുഹൃത്തുക്കളോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, സാറേ ഇവിടെ റെസഷൻ തുടങ്ങിയ പിന്നെ ട്രാഫിക് തീരെയില്ല, റോഡ് കാലിയാണ്, കൊമേഴ്ഷ്യൽ വാഹനങ്ങളില്ല, പ്രൈവറ്റ് വെഹിക്കിൾസ് വല്ല ആവശ്യത്തിന് പോയെങ്കിലേ ഉള്ളൂ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മരണവീട് പോലെയാവും. അതായത് ട്രാഫിക് തീരെ കുറയും, വളരെ ആളനക്കമില്ല, റോഡിൽ ആളനക്കം ഇല്ലാണ്ടാവും. അപ്പൊ എത്ര കൃത്യമായിട്ടാണ് ഇന്ത്യയെ നശിപ്പിക്കേണ്ടതെന്ന് ധ്രുവരാത്തിക്കും ധ്രുവരാത്തിയുടെ കൂടെ ഉള്ളവർക്കും കൃത്യമായിട്ട് അറിയാം. റോഡ് ഇല്ലാണ്ടാക്കിയാലേ റോഡ് വരാൻ പാടില്ല. റോഡ് വന്നാൽ ഇന്ത്യയുടെ വികസനം വഴിമുട്ടും. ആ റോഡ് വരാണ്ടിരിക്കാൻ എന്തൊക്കെ ചെയ്യണം, അതായത് അവൻ കൃത്യമായിട്ട് പഠിച്ചിട്ടുണ്ട്. ഇന്ത്യയിൽ റോഡ് വികസനം പാടില്ല. ഇത് തന്നെ ഒരു കാര്യം കൂടി, നമുക്ക് ഈ അടിസ്ഥാന സൗകര്യ വികസനം, ഇൻഫ്രാസ്ട്രക്ചറിന്റെ ഒരു മലയാളം അങ്ങനെ പറയാമെന്ന് തോന്നുന്നു. ഇതില് നമുക്ക് ഈ BOT അല്ലെങ്കിൽ സ്വകാര്യ മേഖലക്ക് അവർക്കാണ് ബിൽഡ് ചെയ്യാനുള്ള പണം ഇറക്കാൻ അവരുടെ കയ്യിലാണ് ഉള്ളത്. അതിന് പകരം നമ്മൾ കൊടുക്കുന്നത് അത് നടത്തിക്കൊണ്ട് പോയിട്ട് അവന്റെ ലാഭം ഉൾപ്പെടെ അവന് തിരിച്ചു കിട്ടുന്നത് വരെയുള്ള കാലം അവന് കൊടുക്കുകയും പിന്നീട് അത് സർക്കാരിന് ട്രാൻസ്ഫർ ചെയ്യുകയും ചെയ്യുക എന്ന നയം നടപ്പാക്കുമ്പോൾ 2 അപകടമില്ലേ എന്ന് സാറ് ഈ ഡെവലപ്മെന്റിന്റെ ഏറ്റവും പുതിയ ഒരു ഡെവലപ്മെന്റിന്റെ വക്താവ് എന്നുള്ള നിലയിൽ ചോദിക്കുകയാണ്. 1-2 അപകടങ്ങൾ ഉണ്ടാവുമല്ലോ. ഒന്ന്, നമ്മുടെ പൊതുമേഖലയുടെ കാര്യക്ഷമത വർദ്ധിപ്പിക്കുക എന്നൊരു അജണ്ട നമ്മുടെ സർക്കാരിന്റെ കയ്യിൽ നിന്ന്, സർക്കാരിന്റെ ഒരു പരിഗണനയിൽ നിന്ന്, സർക്കാരിന്റെ പ്രയോറിറ്റിയിൽ നിന്ന് തന്നെ പോകുന്നു. രണ്ടാമത്തെ ഒരു കാര്യം, സ്വകാര്യവൽക്കരിക്കുമ്പോൾ സംഭവിക്കുന്നത്, സ്വകാര്യവൽക്കരണത്തോടൊപ്പം ഈ നിർമ്മാണ പ്രവൃത്തികൾ, നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചർ മുഴുവൻ സ്വകാര്യ കമ്പനികൾക്ക് കൊടുക്കേണ്ടി വരുമ്പോൾ അതിന്റെ കൂടെ സംഭവിക്കുന്ന 2 കാര്യമാണ് സാർ. ഒന്ന്, ഈ ടോൾ ഉൾപ്പെടെയുള്ള സാധാരണക്കാരന്റെ മേൽ അവൻ അമിതമായ ഭാരം ചുമത്തി ഭാരം ഉണ്ടാക്കും. ഏറ്റവും ഒടുവിലത്തെ ഇന്നലത്തെ മിനിഞ്ഞാത്തെ പത്രവാർത്ത സാറ് കണ്ടിട്ടുണ്ടാവും. തിരുവനന്തപുരം വിമാനത്താവളം അദാനിക്ക് കൊടുത്തപ്പോൾ തീർച്ചയായിട്ടും അത് വലിയ സൗകര്യങ്ങളോടെ വികസിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം, യാതൊരു സംശയവുമില്ല, അദാനിക്ക് അത് അറിയാം. പക്ഷെ ഏറ്റവും ഒടുവിലത്തെ വാർത്ത, ലോകത്തിലൊരു വിമാനത്താവളത്തിലും ഇല്ലാത്ത വിധത്തിലുള്ള യൂസേഴ്സ് ഫീ പലയിടത്തും അങ്ങോട്ട് പോകുന്ന യാത്രക്കാർക്കുണ്ട്, തിരിച്ചു വന്നിറങ്ങുന്ന യാത്രക്കാർക്ക് ലോകത്തിൽ ആദ്യമായിട്ടാണ് അത്ര തിരുവനന്തപുരം വിമാനത്താവളം. ഇങ്ങനെ 2 കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. 3 കാര്യങ്ങൾ സാർ അത് ഊന്നിക്കൊണ്ട് ഇനിയുള്ള ബാക്കി സമയം കൂടി വിസ്തരിച്ചാൽ നന്നായിരിക്കും. ഒന്ന്, പൊതുമേഖലയെ കുറിച്ചുള്ള വിശ്വാസവും അതിന്റെ കാര്യക്ഷമത വർദ്ധിപ്പിക്കാനുള്ള അജണ്ടയും നമ്മുടെ പ്രയോറിറ്റിയിൽ നിന്ന് പോകുന്നു. 2, സ്വകാര്യ മേഖലയ്ക്ക് കൊടുക്കുമ്പോൾ ഉണ്ടാകുന്നത് സാധാരണക്കാരനെ ഇഷ്ടം പോലെ പിഴിയാനുള്ള അവസരം അവന് കൊടുക്കുകയും, മൂന്നാമത്തെ ഒരു കാര്യം കൂടി സംഭവിക്കുന്നു. ഈ അഴിമതി എന്ന് പറയുന്നത്, പൊതുമേഖലയുടെ സകലമാന ഇൻഫ്രാസ്ട്രക്ചറും നിർമ്മാണ പ്രവൃത്തികളും ഈ സ്വകാര്യ മേഖലയ്ക്ക് കൊടുക്കുമ്പോൾ സംഭവിക്കുന്നത്, അവരുടെ സംഭാവന കൊണ്ട്, അവരുടെ ചെലവിൽ
ഭരണകൂടങ്ങൾ നിലനിൽക്കുകയും പലപ്പോഴും ഭരണകൂടങ്ങളെ പർച്ചേസ് ചെയ്യാനൊക്കെയുള്ള വലിയ പണം നമ്മുടെ ഇലക്ട്രൽ ബോണ്ട് ഉൾപ്പെടെയുള്ള വിവാദങ്ങൾ ലിസ്റ്റ് എടുക്കുമ്പോൾ കൺസ്ട്രക്ഷൻ കമ്പനികൾക്ക് കിട്ടുന്നത്, പലതരത്തിലുള്ള കോൺട്രാക്ട് കമ്പനികൾക്ക് കിട്ടുന്നത്, അതിന്റെ മറവിൽ സർക്കാരിന്റെ കരാറുകൾ ഇവർ വാങ്ങിക്കൂട്ടുന്നത്, ഇങ്ങനെയുള്ള പലതരത്തിലുള്ള ഈ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ അനുബന്ധ പ്രശ്നങ്ങൾ ഇതിനോട് ചേർന്നുണ്ടാകുന്നില്ലേ സാർ? അതുകൂടി ചേർത്ത് പറയുമ്പോഴാണ് ഈ ജനപക്ഷത്ത് നിന്ന് ഈ ഇൻഫ്രാസ്ട്രക്ചറിനെ ഡെവലപ്മെന്റിനെ എങ്ങനെ കാണുന്നു എന്ന് കൂടി നമുക്ക് പറയാനാവും. അതായത് ഈ നമ്മളതിനൊരു ഉദാഹരണം, ഒരു ക്ലാസിക്കൽ ഉദാഹരണമുണ്ട്. എയർ ഇന്ത്യ ടാറ്റയുടെ കയ്യിലായിരുന്നു. ടാറ്റയുടെ കയ്യിലായിരുന്നു. ഈ നെഹ്റുവിന്റെ സുഹൃത്തുമായിരുന്നു ടാറ്റ. ഒരു ദിവസം നെഹ്റു തീരുമാനിക്കുന്നു ഇത് അങ്ങ് ഏറ്റെടുത്തിരിക്കുന്നു. ടാറ്റയ്ക്കിട്ട് ചവിട്ടും കൊടുത്ത് ടാറ്റയെ ഓടിച്ചു, എന്നിട്ട് എടുത്തു. ഈ അവസാനം മറ്റ് വലിയ കോമ്പറ്റീഷൻ ഇല്ലാണ്ട് മോണോപ്പൊളി ആയിട്ട് നിന്നു. പക്ഷേ ലിബറലൈസേഷൻ വന്നു, മറ്റ് കമ്പനികൾ വന്നതോടുകൂടി എയർ ഇന്ത്യ താഴോട്ട് പോയി. മറ്റുള്ളതൊക്കെ എന്താണ് പുതിയ സ്റ്റാഫും ഒക്കെ വന്നപ്പം ഏകദേശം 80-90 വയസ്സുള്ള എയർ ഹോസ്റ്റസിനെ ഒക്കെ വെച്ചാണ് എയർ ഇന്ത്യ ഓടിക്കൊണ്ടിരുന്നത്. ഇപ്പൊ ടാറ്റയുടെ കൊടുത്തു കഴിഞ്ഞപ്പോൾ വീണ്ടും നന്നാകാൻ തുടങ്ങി. നടുവിന് കൂനൊക്കെയുള്ള എയർ ഹോസ്റ്റസ് ഒക്കെ ഉണ്ടായിരുന്നാ പറയുന്നത് എയർ ഇന്ത്യയിലെ ഗവൺമെന്റിന്റെ കാലത്ത് ഊന്നോടിയൊക്കെ. അപ്പൊ ഇത് അല്ല എയർ ട്രാവൽ എന്ന് പറയുന്നത് അതിനകത്ത് ഒരു ഗ്ലാമറും ഉണ്ട്, അതില്ലെന്ന് പറയാൻ പറ്റത്തില്ല. അത് കോമ്പറ്റീഷന്റെ ഭാഗമാണ്. ഗ്ലാമർ ഈസ് ഓൾസോ ഇൻഡസ്ട്രിയിലുണ്ട്, അതില്ലെന്ന് പറഞ്ഞുകൊണ്ട് കാര്യമില്ല. അപ്പോ ഈ എയർ ഇന്ത്യ പ്രൈവറ്റൈസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ വന്ന മാറ്റം എന്ന് പറയുന്നത് വലിയൊരു മാറ്റമാണ്. അതായത് എഫിഷ്യൻസി. ഇതിനകത്ത് രണ്ട് കാര്യമുണ്ട്. ഒന്ന് എഫിഷ്യൻസി വേണം, സർവീസ് ക്വാളിറ്റി വേണം. നിങ്ങളൊരു നിങ്ങൾക്കൊരു അസുഖം വരുന്നു, ഈ ഏറ്റവും വലിയ അസുഖം വരുന്ന ആൾക്കാർ വരുന്നു, വലിയ അതുകൊണ്ട് എന്താണ് പബ്ലിക് സെക്ടറിനെ പറ്റി പറയുന്നവൻ ആരെങ്കിലും പബ്ലിക് ഹോസ്പിറ്റലിലോട്ട് പോകുമോ? എല്ലാവരും പോകുന്നത് പ്രൈവറ്റ് ഹോസ്പിറ്റലിലോട്ടാണ്. കാരണം അവനവന്റെ ജീവൻ നിലനിർത്തണം. അതുപോലെ നീറ്റിനെതിരെ സംസാരിച്ച ഒരു രാഷ്ട്രീയ നേതാവിനോട് ഞാൻ ചോദിച്ചു, നിങ്ങളൊരു അസുഖം വന്നാൽ നീറ്റ് പാസ്സായ ഡോക്ടറുടെ അടുത്ത് പോകുമോ? നീറ്റ് പാസ്സാവത്തില്ല. അത് നീറ്റ് പാസ്സായതിന്റെ അടുത്തേ പോകത്തുള്ളൂ. അപ്പൊ ഇതിന്റെ കാര്യം എന്താന്ന് വെച്ചാൽ എല്ലാവർക്കും ഏറ്റവും നല്ല സർവീസ് കിട്ടണം. അത് എനിക്ക് നല്ല സർവീസ് കിട്ടണം, നാട്ടുകാരന് കിട്ടണമെന്ന് നിർബന്ധമില്ല. ഇപ്പൊ ഞാൻ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ ഒരു ദിവസം വന്ന് ഇറങ്ങിയിട്ട് അവിടെ പ്രോപ്പർ ആയിട്ടുള്ള ഒരു മൂത്രപ്പുര പോലും ഇല്ല. ഞാൻ അതിന്റെ മുമ്പിലുള്ള ഇലക്ട്രിക് പോസ്റ്റിനിട്ട് മൂത്രം ഒഴിക്കേണ്ടി വന്നു. അതായിരുന്നു തിരുവനന്തപുരം എയർപോർട്ടിന്റെ കഥ. അതായത് അതിന്റെ പ്രോപ്പർ ആയിട്ടുള്ള മൂത്രപ്പുര ഇല്ല, അതിന് മുമ്പിലുള്ള ഒരു ഇലക്ട്രിക് പോസ്റ്റിനിട്ടാണ് മൂത്രം ഒഴിക്കേണ്ടി വന്നത്. ഓർത്തോണം, ഒരു 8-9 വർഷങ്ങൾക്ക് മുമ്പാണ്. അപ്പൊ അത്രയ്ക്ക് അവിടെ ഒരു ടാക്സി കൗണ്ടറോ ഒന്നുമില്ല. രാവിലെ നേരം വെളുത്തിട്ടാണ് 6 മണി കഴിഞ്ഞാ വന്നത്. ഇതാണ് അവസ്ഥ. ഒരു സർവീസും അവിടെ ഇല്ല. അപ്പൊ ഇങ്ങനെ അല്ല ഒരു എയർപോർട്ട് വർക്ക് ചെയ്യേണ്ടത്. ഞാൻ പല രാജ്യങ്ങളിൽ സഞ്ചരിക്കുന്നതാണ്. അപ്പൊ ഇത് നമുക്ക് ഒരു യാത്രക്കാരനെ അവന് സർവീസ് കൊടുക്കുക, അവന്റെ നിന്ന് പൈസ വാങ്ങിക്കുക, അത് ലാഭകരമായിട്ട് നടത്തുക എന്നുള്ളതാണ് ഏതൊരു ഇൻഡസ്ട്രിയുടെയും കടമ. അല്ലാതെ അവനെ അവിടെ കുത്തിയിരുത്തി കമ്മ്യൂണിസം പഠിപ്പിക്കുക എന്നുള്ളതല്ല. ഈ പൊതുമേഖലയുടെ നേട്ടങ്ങള്, സ്വകാര്യ മേഖലയുടെ ദുഷ്ടതകള്, ഇതൊന്നും പഠിപ്പിക്കുക എന്നുള്ളതല്ല. ഒരു ടൂറിസ്റ്റ് ആയിക്കോട്ടെ, ഒരു യാത്രക്കാരനായിക്കോട്ടെ, അവന് സർവീസ് കൊടുക്കുക. ഒരു രോഗി ആയിക്കോട്ടെ, അവന് ട്രീറ്റ്മെന്റ് കൊടുക്കുക. അല്ലാതെ നിങ്ങൾ ഇത് ഗവൺമെന്റ് ആശുപത്രിയാണെന്നോ പ്രൈവറ്റ് ആശുപത്രിയാണെന്നോ അവൻ അറിയേണ്ട ആവശ്യമില്ല. അവന്റെ ജീവൻ രക്ഷിക്കണം, അവന്റെ യാത്ര നടക്കണം. അപ്പൊ ആ കാര്യം നടക്കാൻ നിങ്ങൾക്ക് ഈ സ്വകാര്യ മേഖലയെ പറ്റത്തുള്ളൂ. കാരണം ലോകത്ത് ബാക്കി 150 രാജ്യത്തും അതിലോട്ട് പോകുമ്പം ഇത് മുഴുവൻ അരച്ച് കലക്കി കുടിച്ചു പരീക്ഷിച്ചതാ ചൈന. അവരും സ്വകാര്യ മേഖലയിലായി ഇപ്പം എല്ലാ സംഭവവും. ഗവൺമെന്റിന്റെ മേഖലയിൽ സൈന്യവും വേറെ കാര്യങ്ങളേ ഉള്ളൂ. അവരും സ്വകാര്യ മേഖലയിലും. ഞങ്ങളുടെയൊക്കെ ചെറുപ്പത്തിൽ പറഞ്ഞുകൊണ്ടിരുന്നത് റഷ്യയിലും ചൈനയിലും ഒക്കെ ഞാനൊക്കെ അന്ന് KSUവിലാണ്. അപ്പൊ അന്നേരത്തെ മാഗ്രി കുഞ്ഞുങ്ങളെല്ലാം പറഞ്ഞുകൊണ്ടിരുന്നത് ഇത് മൊത്തം എന്താണ് സ്വകാര്യ മേഖല എന്ന് പറയുന്നത് ഭയങ്കര അപകടമാണ്. റഷ്യയും ചൈനയുമായിരുന്നു റോൾ മോഡൽ, മുഴുവൻ ഗവൺമെന്റ് ആണെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഇതായിരുന്നു. ഇവന്മാര് പറഞ്ഞു നിർത്തിയില്ല. ഞങ്ങൾ 10ാം ക്ലാസ്സിൽ കയറിയപ്പോഴത്തേനും റഷ്യ മാറി. ചൈന എന്ത് ചെയ്തു? ചൈനയ്ക്ക് മനസ്സിലായി റഷ്യ മാറിയതോടെ ചൈനയും പൊട്ടുന്നു. ചൈന സൂത്രത്തില് പൂച്ച കറുത്തതാണേലും വെളുത്തതാണേലും എലി പിടിച്ചാൽ മതി എന്നാണ് ഡെങ് സിയാവോപിങ്, ഇവിടുത്തെ അവരുടെ ഏറ്റവും വലിയ താത്വിക ആചാര്യനാണ് ഡെങ് സിയാവോപിങ്. ചൈന മുതലാളിത്തത്തിലോട്ട് മാറിയപ്പോൾ പറഞ്ഞ മറുപടിയാണ്, വിമർശിച്ച ആൾക്കാരോട് മറുപടിയാണ്. അത്രയും ധിക്കാരം നമ്മുടെ അപ്പൻ ഗോവിന്ദൻ പോലും അതുകൂട്ടൊരു ധിക്കാരം പറഞ്ഞിട്ടില്ല. ഡെങ് സിയാവോപിങ്ങിന്റെ മറുപടിയാണ്. അനേകരെ ഇതിനു വേണ്ടി കൊന്നൊടുക്കി വെച്ച് ഡെങ് സിയാവോപിങ് പറയുകയാണ്, പൂച്ച വെളുത്തതാണേലും കറുത്തതാണേലും കുഴപ്പമില്ല, എലി പിടിച്ചാൽ മതി. അത്രേ ഉള്ളൂ. അയാൾ പറഞ്ഞതാണ് കറക്റ്റ്.
അതായത് നമുക്ക് ഇപ്പൊ എനിക്ക് എനിക്ക് എന്റെ സാറിന്റെ ആർഗ്യുമെന്റ് ഒരു സാധാരണ പൗരന്റെ പക്ഷത്ത് നിന്ന് ഉള്ള ആർഗ്യുമെന്റ് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അങ്ങനെ വരുമ്പോഴും നമുക്ക് ഈ രാജ്യത്തിന്റെ ഒരു വെൽഫെയർ സ്റ്റേറ്റിന്റെ ഭാവിയെ കുറിച്ച് ആലോചിക്കുമ്പോൾ ഞാൻ ഒരു കാര്യത്തോട് കൂടി ചേർത്ത് പറയാൻ സാറിന്റെ എക്സ്പ്ലനേഷൻ കേൾക്കാൻ താല്പര്യമുണ്ട്. അത് നമ്മളിപ്പോ ലാഭത്തിലോടുന്ന സാമാന്യം കാര്യക്ഷമതയോടെ പോകുന്ന പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഇതുപോലെ സ്വകാര്യവൽക്കരിക്കുന്നതിന് നമ്മളിപ്പോ ന്യായം പറയും. ഉദാഹരണത്തിന് ഇന്ത്യയിൽ ഒരിക്കലും നഷ്ടം വരാത്ത കമ്പനിയാണ് നമ്മുടെ ഇന്ത്യൻ റെയിൽവേ. നമ്മുടെ അതുപോലെ തന്നെ ഈ ഇന്ത്യയിലെ ഇൻഷുറൻസ് കമ്പനികൾ GIC LIC ഒന്നും നഷ്ടം വരുത്തിയിട്ടില്ല. കാര്യക്ഷമതയിലും കാര്യമായ പരാതികളൊന്നും ഇല്ലാതെ മുന്നോട്ട് പോയിട്ടുണ്ട്. ഇപ്പോ അത്തരം കമ്പനികൾ പോലും നമ്മൾ സ്വകാര്യവൽക്കരിക്കുന്നു എന്ന് പറയുമ്പോ ഒരു 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 പോളിസി എന്ന നിലയിൽ ജനപക്ഷത്ത് നിന്ന് എല്ലാത്തിനെയും ഒരേ മാനദണ്ഡം വെച്ച് സാറ് ജനറലൈസ് ചെയ്യുന്നത് പോലെ ന്യായീകരിക്കാൻ പറ്റും സാർ? ഇല്ല, ഇതില് ഇപ്പൊ ഞാനൊരു കാര്യം പറയാം. അപ്പൊ സാർ അഹമ്മദ് സാറിന് ഒരു കമ്പനി ഉണ്ട്, എനിക്കും ഒരു കമ്പനി ഉണ്ട്, സെയിം ഫീൽഡ് ആണെന്ന് വെച്ചു. നമ്മൾ എന്ത് ചെയ്യും? ഏറ്റവും കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള രീതിയിൽ, ഏറ്റവും കുറഞ്ഞ ചെലവിൽ പ്രൊഡക്ഷൻ, ഏറ്റവും കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള സ്റ്റാഫ്, ഏറ്റവും അഗ്രസീവ് ആയിട്ടുള്ള വിപണനം, അങ്ങനെ എല്ലാ രീതിയിലും നമ്മൾ മോട്ടിവേറ്റഡ് ആൻഡ് സ്പിരിറ്റഡ് ആയിരിക്കും. ലോകത്ത് എവിടെ എന്തെങ്കിലും ഒരു ചേഞ്ച് ഉണ്ടായി കഴിഞ്ഞാൽ അത് കൃത്യമായിട്ട് ഇംപ്ലിമെന്റ് ചെയ്യും. ഇപ്പൊ ഞാൻ പറയാം, ഇപ്പൊ ഗവൺമെന്റ്, ഇപ്പൊ ഞാൻ വിദ്യാഭ്യാസ രംഗത്താണ് പ്രവർത്തിക്കുന്നത്. ഇവിടെ എങ്ങനെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സ്വാശ്രയ കോളേജില് ഒരു പുതിയ യന്ത്രമോ സോഫ്റ്റ്വെയറോ എന്തെങ്കിലും ഒരു ലാബോ വന്നാൽ ബാക്കി അടുത്തുള്ള കോളേജ് എല്ലാം അടുത്ത ദിവസം അതുകൂടെ വാങ്ങിക്കും. അത്രയും കോമ്പറ്റീറ്റീവാ. അതൊരു അതായത് ബുക്ക് ആയിക്കോട്ടെ, ടെക്നോളജി ആയിക്കോട്ടെ, ഒരു പുതിയ വാല്യൂ ആഡഡ് കോഴ്സ് ആയിക്കോട്ടെ, അത്രയും ഇതാണ്. അതുപോലെ ഏറ്റവും നല്ല സ്റ്റാഫിനെ നിയോഗിക്കും. അപ്പൊ ഒരു കോമ്പറ്റീഷൻ സ്വയം ജനറേറ്റ് ചെയ്യുന്നുണ്ട്. ഈ ഗവൺമെന്റിന്റെ സംഭവങ്ങൾ എന്ന് പറയുന്നത് ആർക്കാനും വേണ്ടി ഓക്കാനിക്കുന്ന പോലെയോ കാട്ടിലെ തടി തേവരുടെ ആന എന്നുള്ള രീതിയിലുള്ള ഒരു പോക്കാണ് ഗവൺമെന്റിൽ വന്നുകൊണ്ടിരിക്കുന്നത്. അവർക്ക് ആർക്കും ഇത് നന്നാകണമെന്നോ അല്ലെങ്കിൽ ഇതൊരു നല്ല ലെവലിലോട്ട് പോകണമെന്നോ സർവീസ് കൊടുക്കണമെന്നോ അങ്ങനെയൊന്നും അവർക്കില്ല. അവര് ഓക്കെ, എനിക്ക് ജോലി കിട്ടി, ഞാൻ ഇവിടെ ഇരിക്കുന്നു, ഞാൻ എൻ്റെ 55 വയസ്സാകുമ്പോൾ റിട്ടയർ ചെയ്തു പോകുന്നു എന്നുള്ളതല്ലാണ്ട് ഈ ഗവൺമെന്റ് മേഖലയിൽ വലിയൊരു മടി ഉണ്ടായിട്ടുണ്ട്. രണ്ടാമത് ഭയങ്കര നെഗറ്റീവ് എനർജിയും കൂടെയാണ്. അതിന്റെ കാരണം ഈ ഇന്ത്യയിലെ ഓവർ ആയിട്ടുള്ള ട്രേഡ് യൂണിയനിസമാണ്. ട്രേഡ് യൂണിയനിസമാണ് ഇതിനെ ഇതായിട്ട്, അതായത് ഇപ്പൊ ഒരു നല്ലവൻ അവിടെ ഒരു പണിയെടുക്കാൻ വന്നാലും നീ മാത്രം എന്തിനാണ് പണിയെടുക്കുന്നത്, ഇത്രയും പണിയൊന്നും ഇവിടെ ചെയ്യണ്ട, നിന്റെ ആരോഗ്യം കളയണ്ട എന്നുള്ള ഒരു ഉണ്ട്. ഇതിലിപ്പോ ഞാൻ പറയാം, പല സിസ്റ്റങ്ങൾ ഇവിടെ ഉണ്ട്. ഇന്ത്യയിലെ ഏറ്റവും ഒരു സർവീസും കൊടുക്കാത്ത ഒരു സിസ്റ്റം ഉണ്ട്. അതായത് ഇപ്പം ട്രാൻസ്പോർട്ട് ഉണ്ട്, കമ്മ്യൂണിക്കേഷൻ ഉണ്ട്, പലതുണ്ട്. ആർക്കും നീതി കൊടുക്കാത്ത ഒരു സിസ്റ്റം ഉണ്ട്. അതാണ് നമ്മുടെ ജുഡീഷ്യറി, കോടതി. അതായത് ഒരു രീതിയിലും കുറ്റവാളികളെ ശിക്ഷിക്കത്തുമില്ല. ഈ കോടതി പ്രൈവറ്റൈസ് ചെയ്താൽ പോലും ഇതിലും ബെറ്റർ ആയിട്ട് ഇവിടെ നീതി നിർവഹണം കാണും. കോടതി പ്രൈവറ്റൈസ് ചെയ്താൽ പോലും. അതാണ് അതിന്റെ സത്യം. തീർച്ചയായിട്ടും വളരെ റവല്യൂഷണറി ആയിട്ടുള്ള, നമ്മൾ ഇതുവരെ ആലോചിച്ചിട്ടില്ലാത്ത കാര്യങ്ങളാണ് സാർ പറയുന്നത്. അപ്പൊ പക്ഷെ സാർ ഇങ്ങനെ പറയുമ്പോ സാറ് പറയുന്നത് ഇപ്പൊ എനിക്ക് തോന്നുന്നു ഏറ്റവും പുതിയ മോദി ഭരണകൂടത്തിന്റെ ഒരു മനസാക്ഷി കൂടി അറിയുന്ന ഒരാളെന്ന നിലയിൽ പറയുമ്പോ എന്റെ ഒരു ആശങ്ക കൂടി പറയട്ടെ സാർ. ഗവൺമെന്റ് തന്നെ ജനങ്ങളോട് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് PPP എന്നാണ്, പബ്ലിക് പ്രൈവറ്റ് പാർട്ടിസിപ്പേഷൻ എന്നാണ്. പക്ഷേ സ്റ്റാൻലി സാറിന്റെ നിലപാട് എനിക്ക് തോന്നുന്നത് പറഞ്ഞു വരുമ്പോ പബ്ലിക് സെക്ടർ എന്നത് സമ്പൂർണ്ണമായി പ്രൈവറ്റൈസ് ചെയ്താലേ രാജ്യം രക്ഷപ്പെടുകയുള്ളൂ, ജനങ്ങൾക്ക് ഉപകാരപ്രദമായി തീരുകയുള്ളൂ എന്നാണോ സാറിന്റെ കാഴ്ചപ്പാട്? തീർച്ചയായിട്ടും. അതായത് ഗവൺമെന്റ് സെക്ടർ എന്ന് പറയുന്നത് ഒരു വെള്ളാനയാണ്. അതിനെ എത്ര നോക്കിയാലും നിങ്ങൾക്ക് അതിനെ നന്നാക്കാൻ പറ്റത്തില്ല. വെള്ളാനകളുടെ നാടെന്ന് പറഞ്ഞ സിനിമ പോലെയാണ് ഇത്. കംപ്ലീറ്റ് വെള്ളാനയാണ്. പബ്ലിക് സെക്ടർ എന്ന് പറയുന്നത് വെള്ളാനയാണ്. അതുകൊണ്ടാണ് ലോകത്ത് ഒരു രാജ്യവും പബ്ലിക് സെക്ടറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. പബ്ലിക് സെക്ടർ എല്ലായിടത്തു നിന്നും മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം അതായത് അമേരിക്കയിലൊക്കെ ജുഡീഷ്യൽ സിസ്റ്റം, ജൂറി പോലും ഓൾമോസ്റ്റ് പ്രൈവറ്റൈസ്ഡ് ആണ്. അത് അതിന്റെ കാര്യം എന്താണെന്ന് ചോദിച്ചാല്, ഇത് ഈ ഗവൺമെന്റ് സെക്ടറിന്റെ ഒരു പ്രത്യേകത, അത് വിമർശന വിധേയമാകുന്നില്ല, അതിന് ഇംപ്രൂവൈസേഷൻ ഒന്നും വരുന്നില്ല. അതായിരിക്കുന്ന ഇത്. ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇപ്പം അംബാസഡർ കാർ, ഇത് ലിബറലൈസേഷൻ ഇല്ലായിരുന്നെങ്കിൽ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയാൽ നമ്മുടെ നാട്ടിൽ അംബാസഡർ കാർ മാത്രമായിട്ടുള്ള ഒരു അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ. ഇത് പബ്ലിക്ക് അല്ല, പ്രൈവറ്റ് സെക്ടർ വേണ്ട എന്ന് പറഞ്ഞ ക്യൂബയിൽ ഇപ്പോഴും അത് കൂട്ട് കാറുകളാണ് ഓടുന്നതെന്ന് കേട്ടിട്ടുണ്ട്. അവിടെ ഡോക്ടർമാർക്കും നഴ്സുമാർക്കും സാലറി ഇല്ലാതെ അവർ പാർട്ട് ടൈം വേറെ ജോലി ചെയ്യേണ്ടി വരുന്നു എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ ഈ അന്ധമായിട്ടുള്ള കേരളത്തിന്റെ ഒരു പ്രത്യേകത. കേരളത്തിൽ
ഒരു മതങ്ങളെക്കാട്ടിലും കൂടുതൽ, ഇപ്പൊ ഹിന്ദു മതമോ മുസ്ലിം മതമോ ക്രിസ്ത്യൻ മതമോ മതത്തിനെക്കാട്ടിലും കൂടുതൽ കമ്മ്യൂണിസ്റ്റ് മതം എല്ലാ ക്രിസ്ത്യാനിയുടെ അകത്തും എല്ലാ മുസ്ലിമിന്റെ അകത്തും എല്ലാ ഹിന്ദുവിന്റെ അകത്തും ഒരു കുഞ്ഞു കമ്മ്യൂണിസ്റ്റ് ഒളിച്ചിരിപ്പുണ്ട്. വളരെ സൂത്രത്തിൽ ഒരു കമ്മ്യൂണിസ്റ്റ്. കാരണം അത് നമ്മളെല്ലാം അവിടെ വളർന്നുകൊണ്ട് ആദ്യം ഞാൻ കേരളത്തിന് പുറത്ത് വന്നുകൊണ്ടാണ് ഇത്രയും അതിൽ നിന്ന് മുക്തനാകാൻ സാധിച്ചത്. ഇപ്പൊ ഞാൻ കേരളത്തിലാണ് ജീവിച്ചിരുന്നെങ്കിൽ സാറ് പറഞ്ഞ പോലെ ഒരു ഇച്ചിരി കമ്മ്യൂണിസ്റ്റ് എന്റെ അകത്ത് ഒളിച്ചിരുന്നേനെ. ഞാൻ ആ കമ്മ്യൂണിസ്റ്റിനെ ഡ്രൈവ് ഔട്ട് ചെയ്യുകയാണ്. ഞങ്ങളുടെയൊക്കെ ഉള്ളിൽ അതിന്റെ ചെറിയ സെല്ലുകൾ ഇപ്പോഴും ബാക്കിയുണ്ട്. യെസ്, അതായത് ഒരു കേരളത്തിലെ ഏറ്റവും വലിയ കോൺഗ്രസ് നേതാവിന്റെ അകത്തും ഒരു കുഞ്ഞു കമ്മ്യൂണിസ്റ്റ് ഒളിച്ചിരിപ്പുണ്ട്. കേരളത്തിലെ ഒരു കേരള കോൺഗ്രസ്സുകാരന്റെ അകത്തും ഒരു കുഞ്ഞു കമ്മ്യൂണിസ്റ്റ് ഒളിച്ചിരിപ്പുണ്ട്. ഒരു ലീഗുകാരന്റെ അകത്തും ഒരു കുഞ്ഞു കമ്മ്യൂണിസ്റ്റ് ഒളിച്ചിരിപ്പുണ്ട്. നെഹ്റുവിനെയും ഇന്ദിരാഗാന്ധിയെയും കമ്മ്യൂണിസ്റ്റുകാരെ തന്നെ വിളിക്കുന്നത് ഇടതുപക്ഷ സ്വഭാവമുള്ള കോൺഗ്രസ്സുകാരെന്നാണല്ലോ. അല്ല, അത് ഇതെന്താന്ന് ചോദിച്ചാല് ഇതൊരു ക്യാൻസറോ വന്ന പോലെയാണ്. ഇത് വന്നു കഴിഞ്ഞാൽ കീമോതെറാപ്പി അടിച്ചാലും എന്നാ കാണിച്ചാലും ഇതിൽ നിന്ന് മോചനമില്ല എന്നുള്ള അവസ്ഥയിലാണ് ഈ സ്വകാര്യ മേഖലയെ എതിർക്കുകയും പൊതുമേഖലയെ അന്ധമായിട്ട് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നവരെ എത്രയാണേലും മാറ്റാൻ പറ്റത്തില്ല. അവിടെ തന്നെ കുടുങ്ങിക്കിടക്കും. തീർച്ചയായിട്ടും സാർ, നമ്മൾ കൺക്ലൂഡ് ചെയ്യുമ്പോൾ ഒരു കാര്യം കൂടി, ഇങ്ങനെ സാർ ഈ പറഞ്ഞു വരുന്ന വികസന കാഴ്ചപ്പാട് സാറിന്റേതല്ല എന്ന് എനിക്കറിയാം. അത് തീർച്ചയായിട്ടും നമ്മുടെ ഭരണകൂടത്തിന്റെ ഉപശാലകളിലൊക്കെ നയരൂപീകരണത്തെ ബാധിക്കുന്ന തരത്തിലുള്ള ആധികാരികമായ സ്വരമാണെന്ന് എനിക്കറിയാം. അങ്ങനെ വരുമ്പോൾ നരേന്ദ്രമോദി സർക്കാർ ഉൾപ്പെടെ കഴിഞ്ഞ കുറെ കാലമായി ഈ നരസിംഹറാവുവിന്റെ കാലം തൊട്ട് ചെറിയ തോതിൽ തുടങ്ങിയിട്ട് മൻമോഹൻ സിംഗിലൂടെ വളർന്ന് ഈ മോദി സർക്കാരിൽ എത്തി നിൽക്കുമ്പോൾ സമ്പൂർണമായി കോർപ്പറേറ്റ് വൽക്കരണം ഇന്ത്യയിൽ നടന്നിരിക്കുന്നു. അല്ലെങ്കിൽ നമ്മുടെ തദ്ദേശീയമായ പ്രത്യയശാസ്ത്രങ്ങൾക്ക് പകരം നമ്മുടെ ഭരണകൂടങ്ങളെ പോലും ഭരിക്കുന്നത് കോർപ്പറേറ്റുകളാണ് എന്ന ഒരു ആരോപണം, അത് കൂടുതൽ ശക്തിപ്പെടാനല്ലേ ഇത് ഉപകരിക്കുക? അവർക്കല്ലേ ഇതിന്റെ ആത്യന്തികമായി അവരായിരിക്കില്ലേ ഇതിന്റെ ഗുണഭോക്താക്കൾ? അല്ല, ഈ കോർപ്പറേറ്റ് എന്ന് പറയുന്നത് കുറ്റവാളിയാണെന്ന് ഇവിടെ കമ്മ്യൂണിസ്റ്റുകൾ പറഞ്ഞു വരുത്തിയ ഒരു നറേഷനാണ്. ഇപ്പൊ ബൈബിൾ വായിച്ചേ, ദൈവം കോർപ്പറേറ്റ് ആണ്, സഭ ഞങ്ങളുടെ സഭ അത് കോർപ്പറേറ്റ് ആണ്, മുതലാളിത്തമാണ് ഞങ്ങളുടെ ഫിലോസഫി, അല്ലാണ്ട് സോഷ്യലിസം അല്ല. അതുപോലെ തന്നെ ജോലി പ്രൊവൈഡ് ചെയ്യുന്നത് ആരാ? കോർപ്പറേറ്റ് ആണ് ജോലി പ്രൊവൈഡ് ചെയ്യുന്നത്. കമ്മ്യൂണിസം പ്രൊവൈഡ് ചെയ്യുന്നത് കഞ്ചാവും MDMA-യും നവോത്ഥാനവും ഒക്കെയാണ്. നിങ്ങൾക്ക് വേണ്ടത് ജോലിയാണ്. രാജ്യത്ത് പ്രൊഡക്ടിവിറ്റി ഉണ്ടാക്കുന്നത് കോർപ്പറേറ്റ് ആണ്. അല്ലാണ്ട് AKG സെന്ററിൽ ഇരുന്ന് ക്യാപ്സൂൾ ഉണ്ടാക്കിയാൽ ആർക്കും ജോലി കിട്ടത്തില്ല. ഇതിൻ്റെ അകത്ത് ജോലി കൊടുക്കുന്നവൻ ഒരു ബൂർഷ്വ ആണ്, കൊള്ളരുതാത്തവനാണ്. അവൻ കൃഷി ചെയ്യുന്നവൻ കുലാക്കാണ്, അവനെ കൊല്ലണമെന്നുള്ള ഫിലോസഫി അല്ല. അപ്പൊ നിങ്ങൾക്ക് പ്രൊഡക്ടിവിറ്റി ഉണ്ടാകണമെങ്കിൽ കർഷകൻ തുടങ്ങി വ്യവസായി വരെയുള്ള എല്ലാ ആൾക്കാർക്കും ഗവൺമെന്റ് ഒരു കർഷകൻ അവനൊരു സ്വകാര്യ മേഖലയാണ്, അല്ലെങ്കിൽ അതിന്റെ ഒരു വാല്യൂ അഡീഷൻ നടത്തുന്ന ഒരു ചെറിയ ഫാക്ടറി, അതെന്തും ആയിക്കോട്ടെ, അവനെ 100% പ്രൊമോട്ട് ചെയ്യേ പറ്റത്തുള്ളൂ. അവനെ അധിക്ഷേപിക്കുകയോ അവന്റെ മനോവീര്യം കെടുത്തുകയോ ചെയ്താൽ രാജ്യം പുറകോട്ട് പോകും. ഈ മേക്ക് ഇൻ ഇന്ത്യ എന്ന് പറയുന്ന പദ്ധതി തന്നെ കൂടുതൽ എന്റർപ്രണർഷിപ്പ് വർദ്ധിപ്പിക്കുക, കൂടുതൽ കോർപ്പറേറ്റുകൾ ഉണ്ടാക്കുക. അത് 5 പേരുടെ ജോലിയാകട്ടെ, 5 ലക്ഷം പേർക്കാകട്ടെ, തൊഴിൽ നൽകുക, കൃഷി കൂടുതൽ ഉത്പാദനം വർദ്ധിപ്പിക്കുക, ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് ഞാൻ ഏതെങ്കിലും രീതിയിൽ ഈ 1% പോലും, അതായത് ഗവൺമെന്റ് കമ്മ്യൂണിസത്തെയും അതിന്റെ ഐഡിയോളജിയും, കമ്മ്യൂണിസ്റ്റ് വ്യക്തികളെ അല്ല, അതിന്റെ കമ്മ്യൂണിസ്റ്റ് ഐഡിയോളജിയും ഏറ്റവും അത് വേരോടെ പിഴുതു മാറ്റിയാൽ മാത്രമേ ഇവിടെ വികസനം ഉണ്ടാകത്തുള്ളൂ. കോർപ്പറേറ്റിനെ കണ്ണു അടച്ച് പ്രോത്സാഹിപ്പിക്കുക, അതിന് ഒരു ലിമിറ്റും അല്ല. കോർപ്പറേറ്റിനെ ഡിസ്റ്റർബ് ചെയ്ത് കോർപ്പറേറ്റിനെ തകർക്കാൻ ശ്രമിക്കുന്നവൻ പക്ക രാജ്യവിരുദ്ധനാണ്. കാരണം കോർപ്പറേറ്റ് ആണ് ടാക്സ് കൊടുക്കുന്നത്, ആ ടാക്സ് വെച്ചാണ് ടാക്സ് ജനറേറ്റ് ചെയ്യുന്നത് അവരാണ്. അതുകൊണ്ട് കോർപ്പറേറ്റിനെ പ്രൊമോട്ട് ചെയ്താണ് ഈ രാജ്യത്ത് സമ്പന്ന രാജ്യങ്ങളല്ല. അവസാനമായി സാർ, BJP-യുടെ ഒരു സഹയാത്രികനെന്നോ BJP-യുടെ അകത്തും പുറത്തും ഒക്കെ BJP-ക്ക് വേണ്ടി ക്യാമ്പയിൻ നടത്തുന്ന ഒരാൾ, രാജ്യത്തിന് വേണ്ടി ശബ്ദിക്കുന്ന, ദേശീയതയ്ക്ക് വേണ്ടി ശബ്ദിക്കുന്ന ഒരാൾ എന്ന നിലയിൽ ഒരു ചോദ്യം ചോദിച്ചോട്ടെ സാർ. ഈ സംഘപരിവാറിനോട് ചേർന്ന് നിൽക്കുന്ന എന്നാൽ കോർപ്പറേറ്റിസത്തെ വലിയ തോതിൽ എതിർക്കുന്ന ഔട്ട്ഫിറ്റുകൾ സംഘപരിവാറിനോട് തന്നെ ചേർന്നുണ്ട്. അപ്പൊ സാറിന് ഒരു പേര് ഞാൻ പറഞ്ഞാൽ, സ്വദേശി ജാഗരൺ മഞ്ച് പോലുള്ള പ്രസ്ഥാനങ്ങൾ സംഘപരിവാറിനോട് ചേർന്നുണ്ട്. എന്നും കോർപ്പറേറ്റ് വൽക്കരണത്തിനെതിരായി, രാജ്യത്തിന്റെ പൊതുമേഖലയുടെ തകർച്ചയ്ക്കെതിരായി, രാജ്യത്തിന്റെ പൊതുസ്വത്ത് സ്വകാര്യവൽക്കരിക്കുന്നതിനെതിരായി ഒക്കെ ശബ്ദിക്കുന്ന, ആശയപരമായി വലിയ ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്ന സുഹൃത്തുക്കൾ ആണ്. അതിന്റെ പ്രചാരവേലയും അതിന്റെ ലഘുലേഖകളും ഒക്കെ ഞാൻ കാണുകയും വായിക്കുകയൊക്കെ ചെയ്യുന്ന ഒരാളാണ്. എങ്ങനെയായിരിക്കും അവരെ ബോധ്യപ്പെടുത്താൻ സംഘത്തിനും BJP-ക്കും ഗവൺമെന്റിനും ബുദ്ധിമുട്ടേണ്ടി വരില്ലേ സർ? അവരെയും ഈ പറഞ്ഞ
പ്രതികൂല ആശയങ്ങൾ ഭരിക്കുന്നുണ്ട് എന്നല്ലേ ഇതിനർത്ഥം? ഇല്ല, സ്വദേശി ജാഗരൺ മഞ്ചൊക്കെ പൂർണ്ണമായിട്ടും ദേശീയതയിൽ തന്നെയാണ്. അവര് എന്താണെന്ന് ചോദിച്ചാൽ ഇതിന്റെ അകത്തെ കറപ്ഷൻ, അതായത് ഈ ഇന്ത്യയിൽ ഈ സ്വകാര്യവൽക്കരണം വരുമ്പം അവര് നടത്തുന്ന സേഫ് ഗാർഡ് എന്ന് പറയുന്നത് കഴിയുന്നിടത്തോളം ഇന്ത്യൻ കമ്പനികളായിരിക്കണമെന്നാണ്. സ്വകാര്യ മേഖലയല്ല അവർ എതിർക്കുന്നത്. ആ മേഖലയിൽ ഒരു ഫോറിൻ കമ്പനി വന്ന ആധിപത്യം സ്ഥാപിക്കരുത്. നമ്മുടേതായിട്ടുള്ള കമ്പനികളാണ് ഇവിടെ ആധിപത്യം സ്ഥാപിക്കേണ്ടത്. അതായത് ഇപ്പം അത് അഹമ്മദ് സാർ ആകാം, ഞാനാകാം, യൂസുഫ് അലി ആകാം, ടാറ്റ ആകാം, അംബാനി ആകാം, ആരും ആകാം. പക്ഷെ ഇന്ത്യക്കാരന്റെ ഇന്ത്യൻ കമ്പനിക്കാണ് പ്രൊമോട്ട് ചെയ്യേണ്ടതെന്നുള്ളതാണ് സ്വദേശി നമ്മളെല്ലാം ഇന്ത്യൻ ലാഭം പുറത്തു പോകരുത്. ഇന്ത്യൻ കമ്പനികൾക്ക് മാക്സിമം ഓപ്പർച്യൂണിറ്റി ഇന്ത്യയിൽ കൊടുക്കുക, അവരെ പ്രൊമോട്ട് ചെയ്ത് ഇന്റർനാഷണൽ പ്രോജക്റ്റുകൾ എടുക്കാൻ അവരെ പ്രാപ്തരാക്കുക. അതാണ് സ്വദേശി ജാഗരൺ എന്ന് പറയുന്നത്. അല്ലാതെ സ്വകാര്യ മേഖല തടയുക എന്നല്ല. ഞാൻ അവരുടെ ഒന്ന് രണ്ട് കാര്യങ്ങളിൽ, അതായത് ഈ വിദ്യാഭ്യാസത്തിന്റെ ഒക്കെ കാര്യങ്ങളിൽ അവര് ഇപ്പം ഒരു ഇന്ത്യൻ യൂണിവേഴ്സിറ്റികൾക്ക് ക്വാളിറ്റി ഉണ്ടാക്കി ഗ്ലോബൽ കോമ്പറ്റീഷൻ അവരെ പര്യാപ്തമാക്കുക, അല്ലാതെ ഫോറിൻ യൂണിവേഴ്സിറ്റികളെ ഇങ്ങോട്ട് അനുവദിക്കുക എന്നുള്ളതല്ല. ഇപ്പൊ ഇന്ത്യയിൽ ഒരു യൂണിവേഴ്സിറ്റി, ഇപ്പൊ ഇന്ത്യയിൽ ഇപ്പൊ 130 യൂണിവേഴ്സിറ്റി ഗ്ലോബൽ സ്റ്റാൻഡേർഡിൽ എത്തി. ഇപ്പൊ ഇന്ത്യയിൽ ഇന്നലത്തെ കണക്കനുസരിച്ച്, നേരത്തെ 5-6 ഉണ്ടായിരുന്നുള്ളൂ, അത് 130 വരെ എത്തി. അപ്പം ഇന്ത്യയിലെ സ്വകാര്യ മേഖലയെ പ്രോത്സാഹിപ്പിക്കുക, തദ്ദേശീയരെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതാണ് പാർട്ടിയുടെ നയം. അല്ലാണ്ട് സ്വകാര്യ മേഖലയെ എതിർക്കുന്നത് വേറെ. സ്വകാര്യതയാവും, അത് നമ്മൾക്കായിരിക്കണം. ഇപ്പൊ നാളെ ഇവിടെ വന്ന് ചൈനക്കാരുടെ കമ്പനിയോ അമേരിക്കക്കാരുടെ കമ്പനിയോ വളരുക എന്നുള്ളതല്ല, നമ്മുടെ കമ്പനികളാണ് വളരേണ്ടത്. പിന്നെ ഇന്റർനാഷണൽ ലെവലിൽ റെസിപ്രോസിറ്റി, നമുക്ക് ചില റൈറ്റ് ഫോറിന് കിട്ടുമ്പോൾ അവർക്ക് ആ റൈറ്റ് ഇവിടെ കൊടുത്തേ പറ്റത്തുള്ളൂ. അപ്പൊ അങ്ങനെ വരുമ്പോൾ പോലും നമ്മുടെ ഇൻട്രസ്റ്റുകൾ, രാജ്യത്തിന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കുക എന്നുള്ളതാണ്. അതിന്റെ അകത്ത് ഒരു കൺഫ്യൂഷൻ ഒന്നും സംഘപരിവാറിനോ BJPക്കോ ഇല്ല. വളരെ കൃത്യമായിട്ടാണ് വികസനം അവര് എന്ന് പറഞ്ഞാൽ പൊതുവെ സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥ കുത്തകകൾക്കെതിരായി സംസാരിക്കുമ്പോൾ സംഘപരിവാർ ഇന്ത്യൻ കുത്തകകൾക്ക് കൂടി വേണ്ടി നിലകൊള്ളുന്നു എന്ന് ഞാൻ മനസ്സിലാക്കട്ടെ സർ? തീർച്ചയായിട്ടും. നാളെ അഹമ്മദ് സാർ ഒരു കമ്പനി ഇട്ട് അത് ഡെവലപ്പ് ചെയ്താൽ, ഇപ്പൊ നമുക്കൊരു കാര്യം പറയാം, നമ്മളെ കേരളത്തില് ഇപ്പൊ വി ഗാർഡ് ഉണ്ട്, അല്ലെങ്കിൽ യൂസുഫ് അലിയുടെ ലുലു ഉണ്ട്. ഇതിനെല്ലാം ഇപ്പൊ ഇവിടെ നേരത്തെ 2014 പറഞ്ഞുകൊണ്ടിരുന്നു മൈനോറിറ്റിക്ക് ബിസിനസ് ചെയ്യാൻ പറ്റത്തില്ല എന്നായിരുന്നു. പക്ഷെ ഈ ജാതിയോ മതമോ നോക്കാതെ നിങ്ങൾ ഇന്ത്യക്കാരനാണോ, നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നു, നിങ്ങളെ പ്രൊമോട്ട് ചെയ്യുന്നു, നിങ്ങൾക്ക് പ്രൊട്ടക്ഷൻ തരുന്നു. അല്ലാണ്ട് നിങ്ങളെ എക്സ്റ്റോർഷൻ നടത്തുവോ, നിങ്ങളുടെ ബിസിനസ് പൂട്ടിക്കുകയോ അല്ല ചെയ്യുന്നത്. കൃത്യമായിട്ട് നിങ്ങൾക്ക് പ്രൊട്ടക്ഷൻ തരുന്നു, നിങ്ങളുടെ ബിസിനസ് അവിടെ റൺ ചെയ്യണം. അതാണ് രാജ്യത്തിനെ പുരോഗതിയിലോട്ട് നയിക്കുന്നത്. ആ ഒരു കാഴ്ചപ്പാടാവുള്ളൂ. അല്ലാണ്ട് ഇന്ന മതക്കാർക്ക് മാത്രം, ഇന്ന ആൾക്ക് മാത്രം എന്നല്ല, ആർക്കും ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യാം. ഇപ്പൊ ഗുജറാത്തില് എന്നോട് പല ആൾക്കാരും പറഞ്ഞു ഇഷ്ടം പോലെ ബിസിനസ്സുകൾ ഉണ്ടാകുന്നുണ്ട്. അവര് നേരത്തെ അത് അഡോപ്റ്റ് ചെയ്തു. അവിടെ സ്വകാര്യ മേഖലയ്ക്ക് അലർജി ഒന്നുമില്ല. കേരളം ഒഴിച്ച് വേറെ ഒരു സ്ഥലത്തും സ്വകാര്യ മേഖലയോട് അലർജി ഇല്ല. കേരളത്തിൽ മാത്രമേ സ്വകാര്യ മേഖലയോട് അലർജി ഉള്ളൂ, അല്ലെ പ്രൈവറ്റ് പാർട്ടിസിപ്പേഷനോട് അലർജി ഉള്ളൂ. എല്ലാം ഗവൺമെന്റിൽ വേണം. കാരണം എല്ലാം ഗവൺമെന്റിലാണേലേ ഭരണം കിട്ടുമ്പോൾ പാർട്ടിക്ക് അതിൽ നൂറ്റാൻ പറ്റത്തുള്ളൂ. അതാണ് അതിന്റെ കാര്യം. ഈ കേരളത്തിൽ ഈ വന്നതിന്റെ കള്ളത്തരവും അത് തന്നെയാണ്. പാർട്ടിയുടെ നിയന്ത്രണത്തിൽ നിൽക്കണം, സ്വകാര്യ മേഖല അത്ര നിന്നെന്ന് വരത്തില്ല. അതാണ് സാറിന്റെ വാദഗതികൾ ആരൊക്കെ തന്നെ വിയോജിക്കുന്നവരുണ്ടാവട്ടെ, സാറ് പക്ഷേ വളരെ വ്യക്തത കുറവില്ല. വളരെ നിലപാടുകൾ വളരെ ഭദ്രമാണ്, വ്യക്തമാണ്. അത് ആരെയും ബോധ്യപ്പെടുത്താൻ സാധിക്കുന്ന മട്ടിൽ സാറ് വിശദീകരിച്ചിട്ടുണ്ട്. ബന്ധപ്പെട്ട എല്ലാ കക്ഷികളും, നമ്മുടെ പൊതുജനങ്ങളും, നമ്മുടെ ശ്രോതാക്കളും സാറിന്റെ ഈ വികസനത്തെ കുറിച്ചുള്ള വളരെ പലപ്പോഴും അർദ്ധ മനസ്സ് വെച്ചുകൊണ്ട് പലപ്പോഴും തുറക്കാതെ പാതി തുറന്നുകൊണ്ട് നടത്തുന്ന വിമർശനങ്ങളും, പാതി മനസ്സ് തുറന്നു വെച്ചുകൊണ്ട് നടത്തുന്ന വികസനത്തിന്റെ വിശദീകരണങ്ങൾക്കും അപ്പുറം മനസ്സ് തുറന്നു വെച്ച് നേർക്കുനേരെയുള്ള വളച്ചുകെട്ടില്ലാത്ത ഒരു നിലപാടാണ്, വികസനത്തെ കുറിച്ചുള്ള കാഴ്ചപ്പാടാണ് സാർ വിശദീകരിച്ചത്. സാറിന് അവസാനമായി ഇത് ചർച്ച ചെയ്യട്ടെ. തീർച്ചയായിട്ടും പ്രൊഫസർ സ്റ്റാൻലി സെബാസ്റ്റ്യൻ മുന്നോട്ട് വെക്കുന്ന വികസന സങ്കല്പങ്ങളെ ഇന്ത്യ ചർച്ച ചെയ്യട്ടെ, രാഷ്ട്രീയ പാർട്ടികൾ ചർച്ച ചെയ്യട്ടെ, BJPയും NDAയും മാത്രമല്ല അതിനെ എതിർത്തുകൊണ്ടിരിക്കുന്ന പ്രതിപക്ഷ കക്ഷികളും ചർച്ച ചെയ്യട്ടെ. ഇവിടുത്തെ പരിസ്ഥിതിവാദികളും ബുദ്ധിജീവികളും സാംസ്കാരിക പ്രവർത്തകന്മാരും ഒക്കെ ഈ നിലപാടിനെ ചർച്ചയ്ക്ക് വിധേയമാക്കട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത്. സാറിന് അവസാനമായി എന്തെങ്കിലും ഒരു വാക്യം കൂടി കൂട്ടിച്ചേർത്ത് സാറിന് തന്നെ അവസാനമായിട്ട് ഞാൻ BJP വർക്കറായിട്ട് 32 വർഷമായി. അപ്പൊ ഈ 32 വർഷത്തിന്റെ ഇടയിൽ എന്നെ അത്ഭുതപ്പെടുത്തിയത് കേരളത്തിന് പുറത്തുള്ള
BJP-ക്കാരുമുണ്ട്, കേരളത്തിനകത്തുള്ളവരുണ്ട്. കേരളത്തിന് പുറത്തുള്ള BJP-ക്കാർ ഏകദേശം എൻ്റെ വ്യൂവോ എന്നെക്കാട്ടിലും കടന്ന രീതിയിൽ കൃത്യമായിട്ട് പ്രൈവറ്റ് സെക്ടറിനെ അനുകൂലിക്കുകയും അതിനെ. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ പോയിന്റ്, കേരളത്തിന്റെ അകത്ത് ഞങ്ങളുടെ പാർട്ടിയിലുള്ളവരോട് സംസാരിച്ചാലും അവരുടെ അകത്തും ഒരു കുഞ്ഞ് കമ്മ്യൂണിസ്റ്റ് ഒളിച്ചിരിപ്പുണ്ട്. അവരും അതായത് ഈ സ്വകാര്യ മേഖലയെ നരേന്ദ്രമോദിയാണ് ശരി, അല്ലെങ്കിൽ കേന്ദ്ര ഗവൺമെന്റ് ആണ് ശരി, ക്യാപിറ്റലിസവും സ്വകാര്യ മേഖലയും ഇതുണ്ടെങ്കിലേ രാജ്യം പുരോഗമിക്കത്തുള്ളൂ, മെയ്ഡ് ഇൻ ഇന്ത്യ ആണ് ശരി എന്ന് ധൈര്യത്തോടെ വിളിച്ചു പറയാൻ അവർക്കും പറ്റുന്നില്ല. കാരണം നമ്മൾ അങ്ങനെ പറഞ്ഞാൽ കേരളീയ പൊതുമനസ്സിൽ മൊത്തത്തിൽ ബാധിച്ച ഒരു രോഗാണുവാണോ സാർ ഇത്? ഒരു കുഞ്ഞു കമ്മ്യൂണിസ്റ്റ് BJP-ക്കാരുടെ ഉള്ളിൽ പോലും ഉണ്ട്. യെസ്, അതായത് കേരളത്തിലെ ഒരു നേതാവിന് പോലും ആത്മാർത്ഥമായിട്ട് കേന്ദ്ര നേതൃത്വത്തെ സപ്പോർട്ട് ചെയ്യാനോ കേരളത്തിലെ ഈ ഇടത് പ്രത്യയ ശാസ്ത്രത്തെ ആശയപരമായിട്ട് എതിർക്കാനും മൈക്ക് വെച്ച് കെട്ടി അവനെ ഞാനിപ്പോ പറയുന്ന രീതിയിൽ കേരളത്തിൽ ഇടതിനും വലതിനും കാണിക്കുന്ന ഈ പ്രൈവറ്റ് സെക്ടറിനോട് കാണിക്കുന്ന അലർജിയും പ്രൈവറ്റ് സെക്ടറിനെ നശിപ്പിക്കുന്നതും തെറ്റാണെന്ന് പറയാനോ ഉള്ള ഒരു ആർജവം വരുന്നില്ല. അവർക്ക് സമൂഹത്തിന്റെ പൊതുബോധത്തെ പേടിയാണെന്ന് തോന്നുന്നു, അല്ലെങ്കിൽ മീഡിയയെ പേടിയാണെന്ന് തോന്നുന്നു. പക്ഷെ കേരളത്തിന് പുറത്ത് വന്നു കഴിയുമ്പോൾ, ഇപ്പം ഞാൻ തന്നെ ഇത്രയും പറയുന്നത് ഞാൻ കേരളത്തിന് പുറത്തായതുകൊണ്ടാണ് ഇത്രയും ഇതാണ് അതിന്റെ കാര്യമെന്ന് പറയുന്നത്. അതുപോലെ കാരണം ഇപ്പൊ നമ്മൾ ഒരു സ്ഥലത്തൂടെയൊക്കെ പോകുമ്പോൾ ഞാൻ ഓർക്കുന്നുണ്ട്, 88-ലാണ് ഞാൻ തമിഴ്നാട്ടിൽ കൂടെ ആദ്യം യാത്ര ചെയ്യുന്നത്. അപ്പൊ കോയമ്പത്തൂർ വരെ സേലം വരെയുള്ള റോഡിൽ കൂടെ പോകുമ്പോൾ കുറെ വേക്കന്റ് ലാൻഡ് ആയിരുന്നു. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ അവിടെ എല്ലാം ഇൻഡസ്ട്രി ആയിട്ട് ബൈപ്പാസ് വന്നു. ഇപ്പൊ ബൈപ്പാസിന്റെ സൈഡിലും ഇൻഡസ്ട്രി ഫില്ലായി. അപ്പൊ അത്രയും ഫാസ്റ്റ് ആയിട്ടുള്ള വികസനം നടക്കുകയും അത്രയും ആൾക്കാർ അവിടെ ജോലി ചെയ്യുകയും ചെയ്യുന്നത് കാണുമ്പോൾ എന്തുകൊണ്ട് നമ്മുടെ നാട്ടിൽ ഇത് വരുന്നില്ല എന്നുള്ള ഒരു അപ്പൊ അതിന്റെ ബേസിക് ആയിട്ടുള്ള കാരണം കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലും ഈ കമ്മ്യൂണിസം ചെറുതായിട്ട് നുഴഞ്ഞു കയറുന്നു. അത് ഇപ്പം ഒരു ഡോക്ടർ ആണെങ്കിലും വക്കീലാണേലും ജഡ്ജി ആണെങ്കിലും പ്രൊഫസർ ആണെങ്കിലും ആരാണെങ്കിലും കേരളത്തില് ഒരു കുഞ്ഞു കമ്മ്യൂണിസ്റ്റ് അവന്റെ അകത്ത് കയറി കുത്തിയിരിക്കുകയാണ്. അപ്പൊ അവന്റെ ചിന്തകളെയും പെരുമാറ്റത്തെയും വിഷനെയും എല്ലാം അത് സ്വാധീനിക്കുന്നുണ്ട്. അത് അവര് തന്നെ ഡ്രൈവ് ഔട്ട് ചെയ്യുക. ഇപ്പൊ ഒരു ലിക്കർ അഡിക്ഷനോ അങ്ങനെ ഒരു അഡിക്ഷൻ വരുന്ന പോലെ ഒരു കമ്മ്യൂണിസ്റ്റ് അഡിക്ഷൻ എല്ലാവരിലും ഉണ്ട്. അത് മാറ്റിക്കളയാതെ ഈ ഇൻഫ്രയെ നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്ന അതിലേക്ക് നമ്മൾ വരില്ല. അത് നമ്മൾ ഒറ്റ കാര്യം ഞാൻ പറഞ്ഞു നിർത്തുകയാണ്. സ്വകാര്യ മേഖലയും ഇല്ലാതെ ഒരു രാജ്യത്തിന് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. അതിനെ 100% ആത്മാർത്ഥതയോടെ പ്രൊമോട്ട് ചെയ്യും, സംരക്ഷിക്കുകയും ചെയ്താൽ മാത്രമേ രാജ്യം മുന്നോട്ട് പോകത്തുള്ളൂ. ബാക്കി 27 സ്റ്റേറ്റും ഈ മെന്റാലിറ്റിയിൽ വന്നിട്ടുണ്ട്. കേരളം വരാതിരുന്നാൽ കേരളത്തിന് തന്നെ ആയിരിക്കും ദുരിതം. അത്രേ ഉള്ള അതിന്റെ കാര്യം. ഞാൻ അവസാനിപ്പിക്കുന്നു. സാറിന് നന്ദി പറയുന്നു. ഒറ്റ കാര്യം എനിക്കിത് ഒരു വാക്കേ ചേർത്ത് പറയാനുള്ളൂ. പ്രൊഫസർ സ്റ്റാൻലി സെബാസ്റ്റ്യൻ സാറിന്റെ നിലപാടുകളോട് നമുക്ക് വിയോജിക്കാം, കലഹിക്കാം, പക്ഷേ അവഗണിക്കാനാവില്ല. അത്രമേൽ ശക്തമാണ് ആ വാദങ്ങൾ. നന്ദി സർ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.